ഗുഡ് മോർണിംഗ് യൂറോപ്പ് ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. അത് ടിയർ ഗ്യാസ്. ഹീത്രോ വിമാനത്താവളത്തിൽ ടെർമിനൽ 4ന്റെ അടച്ചുപൂട്ടലിനിടയാക്കിയ വസ്തു ഒരു യാത്രക്കാരുടെ കൈവശമുണ്ടായിരുന്ന ടിയർ ഗ്യാസ് ആണെന്ന് സൂചന. ഹീത്രോ വിമാനത്താവളത്തിന്റെ ടെർമിനൽ 4ന്റെ ചെക്ക് ഇൻ ഏരിയയിലേക്ക് കണ്ണീർവാതകം കൊണ്ടുവന്നതായി സംശയിക്കുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ടിയർ ഗ്യാസ് ഇനത്തിൽപ്പെടുന്ന ഒരു CS സ്പ്രേ തോക്ക് കൈവശം വെച്ചതിനും പൊതുജന ശല്യം ഉണ്ടാക്കിയതിനും 57 വയസ്സുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തതായി മെട്രോപൊളിറ്റൻ പോലീസ് വക്താവ് പറഞ്ഞു. പ്രദേശത്ത് തിരച്ചിൽ നടത്തിയ മെറ്റ് ഉദ്യോഗസ്ഥർ CS സ്പ്രേ കണ്ടെത്തി. 21 പേർക്കാണ് പരിഭ്രാന്തി മൂലം പരിക്കേറ്റത്. ഹോസ്പിറ്റൽസ് NHS ട്രസ്റ്റുകളിൽ നല്ലത് ഇവ. ആരോഗ്യ സാമൂഹ്യ പരിചരണ വകുപ്പ് ആദ്യമായി ഇംഗ്ലണ്ടിലെ NHS ട്രസ്റ്റുകളുടെ പ്രകടനം അടിസ്ഥാനമാക്കി ഒരു റാങ്കിംഗ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ ഏറ്റവും മികച്ച ആശുപത്രിയായി ലണ്ടനിലെ മൂർഫീൽഡ്സ് ഐ ഹോസ്പിറ്റലിനെ തിരഞ്ഞെടുത്തപ്പോൾ മോശം പ്രകടനം കാഴ്ചവെച്ചതായി വിലയിരുത്തപ്പെട്ടത് നോർഫോക്കിലെ കിങ്സ് ലിൻ പ്രദേശത്തുള്ള ക്വീൻ എലിസബത്ത് ആശുപത്രിയാണ്. സാമ്പത്തിക നില, രോഗികൾക്ക് ലഭിക്കുന്ന ചികിത്സാ സൗകര്യം, ശസ്ത്രക്രിയയും അടിയന്തര ചികിത്സകളും സമയത്തെ ലഭ്യമാക്കൽ, ആംബുലൻസ് പ്രതികരണ സമയം മെച്ചപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടെയുള്ള സൂചികകൾ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഈ റാങ്കിംഗ് തയ്യാറാക്കിയത്. ഈ ത്രൈമാസ റാങ്കിംഗ് ലഭ്യമാകുന്നത് വഴി ഏത് പ്രദേശങ്ങളിലാണ് അടിയന്തര പിന്തുണ ആവശ്യമെന്ന് കണ്ടെത്തുവാനും അതോടൊപ്പം മികച്ച സേവനം എവിടെ ലഭിക്കുമെന്ന് പൊതുജനങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നും ആരോഗ്യമന്ത്രി വെസ് ട്രീറ്റിംഗ് പറഞ്ഞു. മികച്ച പട്ടികയിൽ റോയൽ നാഷണൽ ഓർത്തോപീഡിക് ആശുപത്രി, ദി ക്രിസ്ത്യൻ മെഡിക്കൽ സ്ഥാപനം, നോർത്ത് സ്റ്റാൻഫോർഡേഴ്സ് കോംബേസ് ഹെൽത്ത് കെയർ, മിഡ്ലാൻഡ്സ് പങ്കാളിത്ത മെഡിക്കൽ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഇടം നേടിയിട്ടുണ്ട്. പ്രകടനം മികച്ച ട്രസ്റ്റുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും നിക്ഷേപവും നൽകുമെന്നും സ്ഥിരമായ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന സ്ഥാപനങ്ങളിലെ മുതിർന്ന ഭരണാധികാരികളുടെ വേതനം കുറയ്ക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. മോശം പ്രകടനം കാഴ്ചവെച്ച മറ്റുള്ളവയിൽ ബർമിംഗ്ഹാം കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ, നോർഫോക്ക് ആൻഡ് സഫോക്ക് മെഡിക്കൽ സ്ഥാപനങ്ങൾ, ഗ്രേറ്റ് മാഞ്ചസ്റ്റർ മാനസികാരോഗ്യ മെഡിക്കൽ സ്ഥാപനങ്ങൾ, സക്സസ് പങ്കാളിത്ത മെഡിക്കൽ സ്ഥാപനങ്ങൾ, ഡെവൻ പങ്കാളിത്ത മെഡിക്കൽ സ്ഥാപനങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു. പട്ടികയെ 3 വിഭാഗങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. അക്യൂട്ട് ആശുപത്രികൾ, നോൺ അക്യൂട്ട് ആശുപത്രികൾ, ആംബുലൻസ് സേവന സ്ഥാപനങ്ങൾ. ഇവയ്ക്കുള്ളിൽ 4 നിലവാരങ്ങളുണ്ട്. കാറ്റഗറി 1 മുതൽ 4 വരെ വേർതിരിച്ചിട്ടുണ്ട്. മികച്ച പ്രകടനമുള്ള സ്ഥാപനങ്ങളെ കാറ്റഗറി 1ലും മോശം പ്രകടനമുള്ളവയെ കാറ്റഗറി 4ലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാറ്റഗറി 1ൽ മികച്ച ആശുപത്രികളുടെ പട്ടികയിൽ മോർഫീൽഡ് ഐ ഹോസ്പിറ്റലും റോയൽ നാഷണൽ ഓർത്തോപീഡിക് ഹോസ്പിറ്റലും ദി ക്രിസ്റ്റി NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ്, ലിവർപൂൾ ഹാർട്ട് ആൻഡ് ചെസ്റ്റ് ഹോസ്പിറ്റൽ എന്നിവയടക്കം 16 ആശുപത്രികളുണ്ട്. ഹൃദയപൂർവ്വം ക്ലോപ്പിഡോഗ്രൻ. UK-യിലെ 23 ലക്ഷത്തിലധികം ഹൃദ്രോഗികൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ആസ്പിരിനേക്കാൾ മെച്ചപ്പെട്ട മരുന്നുമായി NHS. ഹൃദയാഘാതം, സ്ട്രോക്കും തടയുന്നതിൽ പതിറ്റാണ്ടുകളായി പ്രാഥമികമായി ഉപയോഗിച്ചിരുന്ന ആസ്പിരിനേക്കാൾ ക്ലോപ്പിഡോഗ്രൻ എന്ന മരുന്ന് കൂടുതൽ ഫലപ്രദമാണെന്ന് പുതിയ പഠനം വ്യക്തമാക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ ഹാർട്ട് കോൺഫറൻസായ യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജി കോൺഗ്രസിൽ അവതരിപ്പിച്ച പഠനം പ്രശസ്തമായ ലാൻസെറ്റ് മെഡിക്കൽ ജേർണലിലും പ്രസിദ്ധീകരിക്കപ്പെട്ടു. ലോകത്തെ ഏകദേശം 300 മില്യൺ ആളുകൾക്ക് ഹൃദയ സംബന്ധമായ രോഗമുണ്ടെന്നാണ് കണക്ക്. അതിൽ UK-യിൽ മാത്രം 23 ലക്ഷത്തിലധികം രോഗികളുണ്ട്. UK-യിൽ മാത്രം വർഷം തോറും ഏകദേശം 64,000 പേർ ഹൃദയാഘാതം മൂലം മരിക്കുന്നുണ്ട്. ബ്രിട്ടനിൽ ഹൃദയാഘാതം വർഷം തോറും ആയിരക്കണക്കിന് പേരുടെ മരണത്തിന് ഇടയാക്കുമ്പോൾ ഈ കണ്ടെത്തൽ ഭാവിയിൽ ചികിത്സാ മാർഗങ്ങൾ തന്നെ മാറ്റിമറിക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ആഗോളതലത്തിൽ 29,000 രോഗികളെ ഉൾപ്പെടുത്തി നടത്തിയ 7 പ്രധാന ക്ലിനിക്കൽ പരീക്ഷണങ്ങളാണ് പഠനത്തിന്റെ അടിസ്ഥാനം. ക്ലോപ്പിഡോഗ്രൻ ഉപയോഗിച്ച് ഹൃദയാഘാതം, സ്ട്രോക്ക്, ഹൃദയ സംബന്ധമായ മരണം തുടങ്ങിയവയുടെ അപകട സാധ്യത 14% വരെ കുറവ് ഉണ്ടാക്കുന്നു എന്നാണ് കണ്ടെത്തിയത്. രോഗികൾക്ക് ലഭ്യമായ മരുന്നുകൾ കൂടുതൽ സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പാക്കുന്ന കണ്ടെത്തലാണ് ഇത് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ക്ലോപ്പിഡോഗ്രൻ ഉപയോഗിക്കുന്നവർക്ക് ആസ്പിരിൻ ഉപയോഗിക്കുന്നവരെക്കാൾ കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. തൊഴിലാളി അവകാശ ബില്ലിൽ വെള്ളം ചേർക്കരുത്. തൊഴിലാളി അവകാശ ബിൽ പൂർണ്ണമായി നടപ്പാക്കണമെന്ന് ബ്രിട്ടനിലെ പ്രമുഖ യൂണിയനുകൾ. നിയമത്തിൽ വെള്ളം ചേർത്താൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകി. തൊഴിലാളി അവകാശ ബില്ലിനെ സർക്കാർ ദുർബലപ്പെടുത്തുന്നത് വലിയ തെറ്റാകുമെന്നും ബ്രിട്ടനിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ യൂണിയൻ മുന്നറിയിപ്പ് നൽകി. ബ്രൈറ്റണിൽ നടന്ന ട്രേഡ് യൂണിയൻ കോൺഗ്രസിൽ നിരവധി യൂണിയൻ നേതാക്കൾ ബിൽ വൈകിക്കപ്പെടുകയോ ദുർബലമാക്കപ്പെടുകയോ ചെയ്യുമോ എന്ന ആശങ്ക പങ്കുവച്ചു.
ആഞ്ചല റെയ്നാർഡ്, ജസ്റ്റിൻ മേഡ് പോലുള്ള മന്ത്രിസഭയിലെ പ്രമുഖരുടെ മാറ്റം ബില്ല് പൂർണ്ണമായി നടപ്പാക്കുമോ എന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട് എന്നും യൂണിയൻ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റീന മക്കാന വ്യക്തമാക്കി. അന്യായമായ പിരിച്ചുവിടലിൽ നിന്നും സംരക്ഷണവും ചൂഷണപരമായ സീറോ അവേഴ്സ് കരാറും നിരോധിക്കലും ഉൾപ്പെടുന്ന ഈ നിയമം തൊഴിലാളികൾക്കുള്ള രക്ഷാ കവചമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. നിയമത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുന്നത് കടുത്ത പ്രതിഷേധം വിളിച്ചു വരുത്തുമെന്നും യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപലപിക്കലിൽ ഒതുക്കി. ഖത്തറിനെതിരായ ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ചു UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ബുധനാഴ്ച ലണ്ടനിലെ ഇസ്രയേൽ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് പ്രതികരണം വന്നത്. എന്നാൽ ആക്രമണത്തെ അപലപിക്കുന്നതിനപ്പുറം ഇസ്രയേലിനെതിരെ പ്രധാനമന്ത്രി ഒരു നിലപാട് എടുക്കുന്നില്ലെന്നും വ്യക്തമാണ്. ഇസ്രയേലുമായി പ്രഖ്യാപിക്കാനിരിക്കുന്ന സൈനിക സഹകരണം മുൻനിർത്തി രൂക്ഷമായ പ്രതികരണമൊന്നും ഉണ്ടാകില്ല എന്നാണ് നമ്പർ 10ന്റെ നിലപാട്. ദോഹയിൽ താവളമുറപ്പിച്ച ഹമാസ് നേതാക്കളുടെ ലക്ഷ്യമിട്ടുള്ള സൈനിക ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന്റെ ലംഘനമാണെന്നും മേഖലയിൽ ഉടനീളം കൂടുതൽ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും UK പ്രധാനമന്ത്രി പറഞ്ഞു. ഉടനടി വെടിനിർത്തൽ, ബന്ദികളെ മോചിപ്പിക്കൽ, ഗാസയിലേക്കുള്ള സഹായത്തിൽ വൻതോതിലുള്ള വർധനവ് എന്നിവയായിരിക്കണം മുൻഗണന. ദീർഘകാലം സമാധാനത്തിനുള്ള ഏക പരിഹാരം ഇതാണ് എന്നും സ്റ്റാമർ എക്സിലെ ഒരു പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഉർസുലയുടെ നിലപാട് ഇന്നറിയാം. ഗാസയിലെ മാനുഷിക ദുരന്തത്തിൽ ഇസ്രയേലിനെതിരായ കടുത്ത നിലപാട് പ്രഖ്യാപിക്കാനും അതുവഴി യൂറോപ്യൻ യൂണിയന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെ സംരക്ഷിക്കുവാനും യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനുമായി സമ്മർദ്ദം ഏറുന്നു. ഇസ്രയേലിനെതിരായ യൂറോപ്യൻ യൂണിയന്റെ നിലപാടുകൾ ബുധനാഴ്ച യൂറോപ്യൻ പാർലമെന്റ് നടത്തുന്ന വാർഷിക സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിൽ വോൺ ഡെർ ലെയൻ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തിൽ കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടെന്ന വിമർശനമാണ് ഉർസുല നേരിടുന്നത്. ഇനി ലേകോർണു ആ കുരിശ് ചുമക്കും. പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലേകോർണുവിനെ പുതിയ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി നിയമിച്ചു. ബഡ്ജറ്റിൽ സമവായം കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് ഫ്രാൻസിലെ ഭിന്നിച്ച രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചിക്കുക എന്നതാണ് ഇമ്മാനുവൽ മാക്രോന്റെ അടുത്ത സുഹൃത്തായ സെബാസ്റ്റ്യൻ ലേകോർണുവിന്റെ ചുമതല. പ്രസിഡന്റിനോട് കടുത്ത വിശ്വസ്തനായി കണക്കാക്കപ്പെടുന്ന 39-കാരനായ ലേകോർണു നിക്കോളസ് സർക്കോസിയുടെ പരമ്പരാഗത വലതുപക്ഷ പാർട്ടിയിൽ നിന്നും തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. 2017 മാക്രോന്റെ കേന്ദ്രത്തിലേക്ക് ചുവടുമാറി. ബിസിനസിനും സമ്പന്നർക്കും മേലുള്ള നികുതി വെട്ടിക്കുറയ്ക്കലുകളും വിരമിക്കൽ പ്രായമുയർത്തുകയും ചെയ്ത തന്റെ ബിസിനസ് അനുകൂല സാമ്പത്തിക അജണ്ടയ്ക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ന്യൂനപക്ഷ സർക്കാരുമായി മുന്നോട്ട് പോകാനുള്ള മാക്രോന്റെ കർശന നിലപാടുകൾ പ്രവർത്തിക്കുകയാണ് ലേകോർണുവിന്റെ ദൗത്യം. സ്പെയിനിൽ നോ സ്മോക്കിംഗ്. ബാറുകളിലും റെസ്റ്റോറന്റുകളിലും പുകവലിയും വാപ്പിംഗും നിരോധിക്കുന്ന കർശന നിയമങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സ്പെയിൻ. പ്രായപൂർത്തിയാകാത്തവർ വേപ്പുകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നത് നിരോധിക്കുക, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഇലക്ട്രോണിക് സിഗരറ്റുകളുടെ വിൽപ്പന അവസാനിപ്പിക്കുക എന്നിവ ഉൾപ്പെടെ ഒരു കരട് പുകയില നിയമത്തിന് സ്പാനിഷ് സർക്കാർ അംഗീകാരം നൽകി. ചൊവ്വാഴ്ച രാവിലെ മന്ത്രിസഭ ഒപ്പുവെച്ച ഈ നിയമനിർമ്മാണം ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും ഉപഭോഗ രീതികൾക്കും പുകയില ഉൽപ്പന്ന വിപണിക്കും അനുസൃതമായ നിയമം പൊരുത്തപ്പെടുന്നതിനും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിർദ്ദിഷ്ട നിയമപ്രകാരം ഇലക്ട്രോണിക് സിഗരറ്റുകൾ, നിക്കോട്ടിൻ പൗച്ചുകൾ, ഹെർബൽ ഉൽപ്പന്നങ്ങൾ, ഷിബ പൈപ്പുകൾ, പുകയിലയും മറ്റ് വസ്തുക്കളും ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവ പരമ്പരാഗത സിഗരറ്റുകൾക്ക് തുല്യമായി കണക്കാക്കും. ന്യൂകാസിൽ ഹിന്ദു സമാജത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി. ന്യൂകാസിൽ ഹിന്ദു സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉണ്ണിക്കണ്ണന്മാരും കുഞ്ഞു രാധമാരും അണിഞ്ഞൊരുങ്ങി വരുന്ന ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ഞായറാഴ്ച സെപ്റ്റംബർ മാസം 14-ാം തീയതി രാവിലെ 10 മണി മുതൽ ന്യൂകാസിലെ സെജ് ഹിൽ കമ്മ്യൂണിറ്റി ഹാളിൽ അതിവിപുലമായ പരിപാടികളോടെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. താലപ്പൊലി, പഞ്ചവാദ്യം, സോപാന സംഗീതം, നാമജപം, ആരതി, ഉറിയടി, വിഭവ സമൃദ്ധമായ ഓണസദ്യ എന്നിങ്ങനെ അതിവിപുലമായ രീതിയിലാണ് ഈ വർഷത്തെ കൃഷ്ണ ജന്മാഷ്ടമി പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കേരള ഹിന്ദു സമാജത്തിന്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. മോർണിംഗ് ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച